നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ട് കുറേ തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഓഫ് കോഴ്സ് ഞാൻ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളായിരുന്നു ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്, ഓരോ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടിയും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കോണ്ടന്റ് ഒക്കെ ആയിട്ട് വരാം എന്നൊരു പ്ലാനാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് തന്നെയാണ്. യെസ്, ഡിപ്രഷൻ. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഡിപ്രഷൻ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറുകയാണ്, എല്ലാവരും ഡിപ്രഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ കേൾക്കുന്നുണ്ട്. ബട്ട് വി ഷുഡ് ടോക്ക് അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെ വേറെ രീതിയിൽ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് ഒട്ടും വയ്യ, ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, എനിക്ക് ഓക്കെ അല്ല ഞാൻ എന്ന് പറയുന്ന സമയത്ത് അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ നിനക്ക് മടിയാണ്, നിനക്ക് ബുദ്ധിമുട്ട്, നീ ഒന്ന് പോയേ. സി, അവരവരുടെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്ന സമയത്ത് പോലും നിങ്ങൾ അതിന് വേണ്ട രീതിയിലൊരു വാല്യൂ കൊടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന, ഈ വീഡിയോ കാണുന്നവർ ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്, നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബിക്കോസ് വൈ യു നോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മളുടെ മെന്റൽ ഹെൽത്തിന് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങളായിരിക്കും അതിന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവുക. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്നതൊന്നും ആയിരിക്കില്ല നമ്മുടെ പ്രശ്നം. അത് എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് ഡിപ്രഷൻ ആണ് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ എനിക്കെപ്പോഴും ഒരുപാട് DMs വരാറുണ്ട്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അടക്കം ഞാൻ ഈ വീഡിയോനകത്ത് കൊടുക്കാം. ഒരുപാട് DMs എനിക്ക് വരാറുണ്ട്. ദേ ആർ നോട്ട് ഫീലിംഗ് ഓക്കെ, ഭയങ്കര ഡിപ്രഷനിലാണ്, ഭയങ്കര മൈൻഡ് ഓക്കെ അല്ല, ഭയങ്കര ഔട്ടായിട്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ പറയാറുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓക്കെ അല്ല എന്ന് കരുതുന്ന പോയിന്റിൽ നിങ്ങൾ ഒരിക്കലും ജമ്പപ്പ് ചെയ്യരുത് എന്നുള്ളതാണ്. ആ ഒരു ഇമോഷനെ നിങ്ങൾ ജമ്പപ്പ് ചെയ്തിട്ട് ഓക്കെ ഐ ഷുഡ് ബി വെരി പോസിറ്റീവ്, 24 മണിക്കൂറും എനിക്ക് പോസിറ്റീവ് ആവണം എന്ന് കരുതിയിട്ട്, പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ പലപ്പോഴും നിങ്ങൾ പലരുടെയും സ്റ്റോറീസ് അല്ലെങ്കിൽ പലരുടെയും പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് യു ഹാവ് എ ടെൻഡൻസി ടു കമ്പയർ യുവർ ലൈഫ് വിത്ത് ദാറ്റ് പേഴ്സൺസ്. ആ പേഴ്സണായിട്ട് ഏതൊക്കെ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഉണ്ടെങ്കിൽ, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. നെവർ ഡു ദാറ്റ്. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി പാടില്ല. കാര്യം നിങ്ങളുടെ ലൈഫ് വേറെയാണ്, അവരുടെ ലൈഫ് വേറെയാണ്, അവരനുഭവിക്കുന്ന സിറ്റുവേഷൻസ് വേറെയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് വേറെയാണ്. അപ്പം കമ്പാരിസൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റിയാൽ തന്നെ ഒരു പരിധിയിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കമ്പാരിസൺ നിർത്തുക എന്നുള്ളതാണ്. അപ്പം ഈ കമ്പാരിസൺ നിർത്താൻ ഓക്കെ ഞാൻ കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു പോയിന്റ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അവെയർ ആവുക എന്നുള്ളതാണ്. ജസ്റ്റ് അവെയർ യുവർ കറണ്ട് ഫീലിംഗ്, നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് അവെയർ ചെയ്യാന്നുള്ളതാണ്. പലപ്പോഴായിട്ടും നമ്മൾ പല ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു അവെയർനെസ്സിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഇങ്ങനൊരു അവെയർനെസ്സിലേക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടോപ്പിക്കാണ് മെഡിറ്റേഷൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു മെഡിറ്റേഷൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് ഞാൻ കാണിക്കുന്നത്. സോ ഐ തിങ്ക് ഇന്ന് ഈ ഒരു കാര്യമാണ് ഇതിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഐ തിങ്ക് ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് 100% പറയാൻ വേണ്ടി പറ്റും, ഇപ്പൊ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ടാക്കിൾ ചെയ്തിട്ട് ഓക്കെ ദിസ് ഈസ് മൈ ഇഷ്യൂ എന്ന് മനസ്സിലാക്കി എനിക്ക് അവെയർ ചെയ്യണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റും. സോ ഐ എം ജസ്റ്റ് ഡൂയിങ് ദാറ്റ് മെഡിറ്റേഷൻ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ,
ഇപ്പോൾ നിങ്ങൾ വളരെ കാമായിട്ടുള്ള ഒരു ആംബിയൻസിൽ നിങ്ങൾ ഏത് റൂമിലാണോ ഉള്ളത് വളരെ കംഫർട്ടായിട്ട് ആളുകളൊന്നും വരാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു മീ ടൈം എടുക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് എ മീ ടൈം. എപ്പോഴും നിങ്ങൾ ഒരു ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന പോലെ ഭർത്താവായിരിക്കാം, മകളായിരിക്കാം, അല്ലെങ്കിൽ പല പല റോളുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഒരു മീ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യുവർ മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ ചേർത്ത് വെച്ച് യു ഹാവ് ടു ക്രിയേറ്റ് എൻ എനർജി പോയിന്റ്, ദാറ്റ് ഇസ് ഒരു ഊർജ്ജ ബന്ധം സ്ഥാപിക്കുക. ഓക്കെ, ഐ വിൽ ഷോ യു ദ തിങ്. ഓക്കെ, ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണ് അടയ്ക്കുക. വളരെ കാമായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരിക്കണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ കണ്ണടച്ചിട്ട് ഇരിക്കുക. ദെൻ യു ഹാവ് ടു ഡു ബ്രീത്ത് ഇൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ചിന്തകൾ, അതായത് കുറച്ച് നേരത്തേക്ക് എല്ലാ തരത്തിലുള്ള പലപ്പോഴായിട്ടും ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഫ്രഷ് ചെയ്തുകൊണ്ട് വരും. കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചുറ്റിലും കാണുന്നതിലൊക്കെ നമുക്ക് കുറേ സങ്കടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും റഷ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകളുടെ വരവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇപ്പൊ എന്താണ് ലിവിങ് അറ്റ് പ്രസന്റ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇന്നർ ഫീലിങ്സിനെ കേൾക്കുക എന്ന് പറയുന്ന പോലെ ജസ്റ്റ് അവെയർ യുവർ ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സിനെ അവെയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ നിങ്ങളിങ്ങനെ ഒരു ബ്രീത്ത് ഇൻ പോയിന്റ് ആണ്. ഐ ഷോ യു ദ തിങ്. ഓക്കെ, ബ്രീത്ത് ഇൻ. ദെൻ ബ്രീത്ത് ഇൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ഹോൾഡ് ഓൺ ചെയ്യണം. അത് ഒരു 3 seconds to 5 seconds ഒന്ന് ഹോൾഡ് ഓൺ ചെയ്താൽ മതി. ദെൻ ബ്രീത്ത് ഔട്ട്. എന്ത് ചെയ്യാം? ബ്രീത്ത് ഔട്ട് ചെയ്യാം. ആൻഡ് ഡു ദിസ് പ്രോസസ്. അതായത് അപ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു പോയിന്റ് ഇല്ലേ, അതായത് കണ്ണടക്കുക, ഒരു എനർജി പോയിന്റ് ഉണ്ടാക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, എന്നിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. ദെൻ യു ഹാവ് ടു ബ്രീത്ത് ഔട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്യുക, ഇൻഹെയിൽ ചെയ്യുക, ജസ്റ്റ് ഒരു ഹോൾഡ് ഓൺ ചെയ്യുക, ദെൻ എക്സ്ഹെയിൽ ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങളൊരു 7 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു മൈൻഡ് ഭയങ്കര കാമായിട്ടിരിക്കുന്ന പോലെ തോന്നും. ഭയങ്കരമായിട്ടുള്ള ചിന്തകളും ഭയങ്കരമായിട്ടുള്ള തോട്ട്സും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പല പല ടൈപ്പ് ഓഫ് മനുഷ്യന്മാരും ലൈക്ക് ഓരോ സിറ്റുവേഷൻസ് വരുന്ന സമയത്തും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റോപ്പ്. എപ്പോഴും എൻ്റെ അടുത്ത് പലരും പറയുന്ന കാര്യമുണ്ട്, എങ്ങനെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നെഗറ്റീവ് ചിന്തകൾ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിന്റെ ഒരു പ്രോസസ് ആകുമ്പോൾ പലപ്പോഴും എല്ലാ മനുഷ്യരുടെ ലൈഫിലേക്കും ഇത്തരത്തിലുള്ള ചിന്തകൾ വരും. പക്ഷെ വി ഹാവ് ടു കൺട്രോൾ. അതിനെ നമുക്ക് നമ്മുടെ പരിധിയിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പറ്റിയിട്ടുള്ള ഒരു ടൂളാണ് മെഡിറ്റേഷൻ. സോ ഐ എം ജസ്റ്റ് സേയിങ് ദിസ്, ജസ്റ്റ് ഇതൊന്ന് ചെയ്യാം. ഇതൊരു 7 പ്രാവശ്യം ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് വെൻ യു ഡു ദിസ് ഒരു 7 times നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് യു വിൽ ഫീൽ ഭയങ്കര റിലാക്സ്ഡ് ഫീൽ നിങ്ങൾക്ക് തോന്നും. യു ഹാവ് ടു ലിസൺ യുവർ ബ്രീത്തിങ്. ആ ബ്രീത്തിങ്ങിൽ നിങ്ങൾ ലിസൺ ചെയ്യാന്നുള്ളതാണ്. അപ്പം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്തും ഈ ഹോൾഡ് ഓൺ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്തും ജസ്റ്റ് ലിസൺ. ആ ബ്രീത്തിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ യെസ് ഐ ആം ബ്രീതിങ്, ഞാൻ ബ്രീതിങ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, യെസ് ഐ ആം ബ്രീതിങ് എന്നുള്ള ഒരു തോട്ട്, ആ തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ വരാനുള്ള വഴി അവിടെ ബ്ലോക്ക് ആകുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? കാര്യം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ട്. കൂടുതൽ ആൾക്കാർക്കും ഓവർ തിങ്കിങ് ഉണ്ട്. സോ ഈ ഓവർ തിങ്കിങ്ങിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളവർ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നവരാണെന്നുള്ളതാണ്. അപ്പം നിങ്ങളൊരു ഓവർ തിങ്കർ ആണെന്ന് കരുതി അതൊരു വലിയൊരു പ്രശ്നമായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്കൊരു ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഷിഫ്റ്റ്. നെഗറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ആ ഒരു സാധനത്തിന് ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ആഴത്തിൽ ചിന്തിച്ച് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, എന്ത് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും എന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബ്ലോക്ക് സച്ച് തോട്ട്സ്. ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വരുന്നത് ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിനെ ഫോക്കസ് ചെയ്ത്, നിങ്ങളുടെ ബ്രെത്ത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ കടന്നു വരാനുള്ള ആ വഴി അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് കാം ഫീൽ കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഫീൽ ദാറ്റ് ലൈഫ് ഇസ് സംതിങ്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ യു വിൽ ഫീൽ വെരി
ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ചെയ്യാൻ വേണ്ടി പറ്റും, കാര്യങ്ങൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ 3 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. കാരണം എന്തുകൊണ്ടാ, നിങ്ങൾക്കൊരു ഫോക്കസ് കിട്ടി. സോ നിങ്ങളിത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അഷ്യൂർ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ എം സേയിങ് ദിസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴായിട്ടും ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ലൈക്ക് എവറി കാറ്റഗറിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, എവറിബഡി ആർ ഫേസിങ് ദീസ് കൈൻഡ് ഓഫ് ഡിപ്രഷൻ ഡ്യൂ ടു മെനി റീസൺസ്. പല റീസൺസിൽ അവർ ഇത് വിചാരിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദാറ്റ് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിൽ നിന്ന് അയ്യോ എനിക്ക് ഒന്നും കിട്ടുന്നില്ല, അത് പോയി, ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് ദാറ്റ് വിൽ നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ ലൈഫിനെയും റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും എല്ലാം അത് നശിപ്പിക്കുക ചെയ്യുക. അപ്പൊ നിങ്ങളിത് തിരിച്ചറിയുക, എഗ്നോളജ് ചെയ്യുക. അങ്ങനെ എഗ്നോളജ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് മെഡിറ്റേഷൻ. സോ ജസ്റ്റ് ഡു ദാറ്റ് മെഡിറ്റേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി മൈൻഡ്ഫുൾ ആവാൻ വേണ്ടി പറ്റും. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് മൈ കോണ്ടന്റ്. ആൻഡ് ഇതുപോലെയുള്ള ഇതൊരു സീരീസ് പോലെ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണോ അറിയേണ്ടത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ജിൽവ ജോൺസൺ സൈനിങ് ഓഫ്.